കച്ചവടം വളരെ മോശമല്ല, തീരെയില്ല. പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് സൗജന്യ യാത്ര, സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് UDF പറഞ്ഞിരുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ആ സൗജന്യ യാത്ര നടപ്പാക്കിയതിന് ശേഷം കേരളത്തിലെ ആകമാനം പ്രൈവറ്റ് ബസ് മേഖല നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാര വാണിജ്യ മേഖല മുഴുവൻ ഞങ്ങളടക്കം എല്ലാവരും തകർന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര പഠനം നടത്താതെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് കേരളത്തിലെ ഇതുപോലുള്ള പ്രൈവറ്റ് ബസ് വ്യവസായവും അതുമായി ബന്ധപ്പെട്ട് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന വ്യാപാര വാണിജ്യ മേഖല മുഴുവൻ തകർന്നു. ഏതാനും ബസ് ഉടമകൾക്ക് മാത്രമല്ല, അനുബന്ധ വ്യവസായങ്ങളായ കടകൾ, അല്ലേ, ഓട്ടോ തൊഴിലാളി, എല്ലാവരുടെയും വീട് കുടുംബം പട്ടിണിയാകും. ഓട്ടോ തൊഴിലാളികൾ ഫ്രണ്ടിൽ കിടക്കുന്നവർക്കൊന്നും 5 പൈസയുടെ ഓട്ടമില്ല. ഞങ്ങൾ രാവിലെ വന്ന് വെറുതെയാണ് വാടക. പലരും ഈ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് 1000, 1200, 1500 രൂപയ്ക്കൊക്കെ മേൽവാടകയ്ക്ക് എടുത്ത് നടത്തുന്ന കച്ചവടങ്ങളാണ്. പല കടകളും പൂട്ടിയിട്ടുണ്ട്. ആ കട കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്, അഭിഷ്മി കളക്ഷൻ എന്ന് പറഞ്ഞ്. ഈ മാസമല്ല, ഇന്നലെ മിനിങ്ങാന്ന് ആ കട പൂട്ടി. അങ്ങനെ പല കടകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഈ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി നടപ്പാക്കിയതുകൊണ്ട് കേരളത്തിലെ ബസ് മേഖലയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയും നേരിടുന്ന ദുരന്തം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട പറയാം. എനിക്ക് പറയാനുള്ളത് വേറെ കാര്യങ്ങളുണ്ട്. ഇതിന് വിദഗ്ധമായ ഒരു പഠനം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാത്രം പഠിച്ചാൽ നമ്മളെപ്പറ്റി പഠിക്കണം. പിന്നെ ഇതുകൊണ്ട് കുറച്ച് സ്ത്രീകൾ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ട് വേണമായിരുന്നു ഈ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുവാൻ. അതായത് അസുഖമുള്ളവർ, അസുഖബാധിതർ, ക്യാൻസർ പോലുള്ള പേഷ്യൻസുകൾ, കുറച്ച് പ്രായത്തിന് 50 വയസ്സിന് ശേഷമുള്ള പിന്നെ വലിയ വരുമാനമുള്ള സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിഭാഗം അല്ല, പല മേഖലയും ഇതുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പഠനം നടത്തണമായിരുന്നു. വേണ്ടത്ര ബസ് സർവീസിനെ പറ്റി മാത്രമല്ല, അതുകൊണ്ട് അനുബന്ധ മേഖലയെപ്പറ്റിയും പഠിക്കണമായിരുന്നു. തീർച്ചയായിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ ബസ് സ്റ്റാൻഡിൽ കച്ചവടം ചെയ്ത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ബസ് വന്നില്ലെങ്കിലൂടെ ആളില്ല. ഹർത്താൽ പോലാണ് ഇവിടെ. ഇപ്പം തന്നെ 2-3 പേരുകൾ, ഒറ്റ സ്ത്രീകളും കയറുന്നില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഞങ്ങളെ ആകമാനം തള്ളിയിട്ടേക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ ഫലം കൊണ്ടുണ്ടായിരിക്കുന്നത്. അതെനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം തന്നെ നടത്തണമെന്ന്. ഒരു വിദഗ്ധ സമിതിയെ വെച്ച് പഠനം നടത്തിക്കൊണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കേരളത്തിന് തന്നെ 2.5 കോടി രൂപ ഡെയിലി നഷ്ടമാണ്. കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോൾ കട്ടപ്പുറത്ത്, അതായത് നിർത്താൻ പോയിരുന്ന ഒരു മേഖലയായിരുന്നു KSRTC. അത് ഒരു തരത്തിലേക്ക് പല നയങ്ങളും പിന്നെ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അത് കടത്തിൽ നിന്നും മാറി ലാഭത്തിലേക്ക്, കോടിക്കണക്കിന് രൂപ ലാഭത്തിലേക്ക് എത്തിച്ച ഒരു പ്രസ്ഥാനം. ഇന്ന് അതിൻ്റെ അവസ്ഥ 2.5 കോടി രൂപ ഒരു ദിവസം നഷ്ടത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്ര ദിവസം ഓടും? KSRTCയും പൂട്ടാൻ പോവുക. എനിക്കതേ പറയാനുള്ളൂ. KSRTCയും തകരാൻ പോവുക, പ്രൈവറ്റും തകരാൻ പോവുക. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മയ്ക്കും ഈ ഒരു പദ്ധതി കൊണ്ട് തള്ളിയിട്ടിരിക്കുകയാണ്.